നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്യപൂർവമായിട്ടുള്ള ഭരണമാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പുതിയ മുഖ്യമന്ത്രിയായിട്ട് വി സതീശൻ അധികാരമേറ്റ വേളയിൽ പോലീസ് ആസ്ഥാനത്തു നിന്നും ഉന്നത ഉദ്യോഗസ്ഥർ ഒന്നടങ്കം നൽകിയ ഔദ്യോഗികമായിട്ടുള്ള ആദരവും സല്യൂട്ടും അത്യന്തം പ്രാധാന്യമറിയിക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രമായിട്ടിപ്പോൾ മാറുകയാണ്. കാരണം മുൻ സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനവും വലിയ തോതിൽ പ്രതിപക്ഷ വേട്ടയ്ക്കായിട്ട് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള ആക്ഷേപം ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതേ പോലീസ് മേധാവികൾ തന്നെ ഇപ്പോൾ പുതിയ കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പ്രോട്ടോകോൾ പ്രകാരം അച്ചടക്കത്തോടെ സല്യൂട്ട് അടിച്ച് നിൽക്കുന്നത് അത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയായിട്ടാണ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ വിലയിരുത്തുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണകാലത്ത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി സതീശനും മറ്റ് UDF നേതാക്കളും ഉന്നയിച്ച വിമർശനങ്ങളെയും ജനകീയ സമരങ്ങളെയും ഒക്കെ തന്നെ അടിച്ചമർത്താൻ ശ്രമിച്ച അതേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇപ്പോൾ പുതിയ ഭരണാധികാരിയുടെ നയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നു എന്നത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. നിയമപാലകർ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഒപ്പം നിൽക്കാതെ രാജ്യത്തിൻ്റെ ഭരണഘടനയോടും നിയമവ്യവസ്ഥയോടും മാത്രമായിരിക്കണം പ്രതിബദ്ധത പുലർത്തേണ്ടതെന്ന സന്ദേശമാണ് ഈ അധികാര കൈമാറ്റത്തിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. അധികാരത്തിന് തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതിയ ഉദ്യോഗസ്ഥർക്കുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പായി ഈ ഒരു മാറ്റം ഇപ്പോൾ മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് കാരണമായ നവകേരള സദസ്സ് എന്ന പരിപാടിയും അതിനോടനുബന്ധിച്ച് അരങ്ങേറിയ ആക്രമണ സംഭവങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പുതിയ ആഭ്യന്തര വകുപ്പിൻ്റെ അടിയന്തര പരിഗണനയിലേക്ക് വരുന്നത്. വിമാന സദൃശ്യമായിട്ടുള്ള ആഡംബര ബസ്സിൽ സഞ്ചരിച്ച് മുൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് അതോടൊപ്പം തന്നെ KSU പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായിട്ട് കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ തന്നെ സംഘടിപ്പിച്ചിരുന്നു. അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് കേസ്. എന്നാൽ ഈ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങളെ അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള രീതിയിലാണ് മുൻ ഭരണകൂടവും പോലീസും നേരിട്ടത്. പ്രതിഷേധിച്ച യുവാക്കളെ തെരുവിൽ മൃഗീയമായിട്ട് തല്ലിച്ചതയ്ക്കുകയും മൃതപ്രാണരാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെ എത്തിയിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ കായികമായിട്ട് നേരിടാൻ പോലീസിനെ കയറൂരിവിട്ട അന്നത്തെ മുഖ്യമന്ത്രിയുടെ നടപടികൾക്കെതിരെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി സതീശൻ നിയമസഭയ്ക്കുള്ളിലും പുറത്തും ശക്തമായ ഭാഷയിൽ അലമുറയിട്ട് പ്രതിഷേധിച്ചിട്ടും ഭരണകൂടം അത് ചെവിക്കൊള്ളാനായിട്ട് തയ്യാറായിരുന്നില്ല. പ്രതിഷേധിച്ച യുവാക്കളെ ക്രൂരമായിട്ട് തല്ലിച്ചതച്ച നടപടിയെ അന്നത്തെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും പോലീസിൻ്റെയും സ്വന്തം പാർട്ടി പ്രവർത്തകരുടെയും ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നായിട്ട് അവശേഷിക്കുന്നു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് നടന്ന കരിങ്കൊടി പ്രതിഷേധത്തിനിടയിലുണ്ടായ ആക്രമണ സംഭവങ്ങളാണ് അന്നത്തെ സർക്കാരിൻ്റെ ജനവിരുദ്ധ മുഖം ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയത്. ലോക്കൽ പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനത്തിൽ നിന്നും വടികളുമായിട്ട് ഇറങ്ങി വന്ന ഗൺമാന്മാരും അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും യുവാക്കളുടെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കേണ്ട ഉദ്യോഗസ്ഥർ അകമ്പടി വാഹനങ്ങളിൽ മാരകായുധങ്ങളും അതോടൊപ്പം തന്നെ വടികളും ഒളിപ്പിച്ചു വെച്ച് റോഡിലിറങ്ങി പ്രതിഷേധക്കാരെ വേട്ടയാടിയത് സർവീസ് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ഒക്കെ തന്നെ നഗ്നമായിട്ടുള്ള ലംഘനമാണെന്ന് അന്ന് തന്നെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ മർദ്ദനത്തിന് ഇരയായവരിൽ ഒരാളായിട്ടുള്ള അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവും നിലവിലെ ആലപ്പുഴ MLA AD തോമസ് ആണ് ഇപ്പോൾ പോലീസിൻ്റെ മുൻ അന്വേഷണ റിപ്പോർട്ടുകളെയൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന തരത്തിൽ മുൻ സർക്കാർ തയ്യാറാക്കിയ വ്യാജ അന്വേഷണ റിപ്പോർട്ടുകൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയണമെന്നും കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് അദ്ദേഹം പുതിയ മുഖ്യമന്ത്രിയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വി സതീശൻ പരിഗണിക്കുകയും ചെയ്തു. കണ്ണൂരിൽ വെച്ച് നടന്ന നവകേരള സദസ്സ് പ്രതിഷേധങ്ങൾക്കിടയിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള അതിക്രമങ്ങളാണ് അരങ്ങേറിയത്. അവിടെ കരിങ്കൊടി കാണിച്ച കോൺഗ്രസ് പ്രവർത്തകരെ CPMൻ്റെ പോഷക സംഘടനയായിട്ടുള്ള DYFI പ്രവർത്തകർ ചെടിച്ചട്ടികളും അതോടൊപ്പം തന്നെ കല്ലുകളും മരത്തടികളും ഉപയോഗിച്ചാണ് മാരകമായിട്ട് ആക്രമിച്ചത്. ഈ ആക്രമണങ്ങൾക്ക് മുഴുവൻ പോലീസും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരും മൗനാനുവാദം നൽകുകയും പലപ്പോഴും അക്രമികൾക്ക് ഒപ്പം ചേർന്ന് പ്രതിഷേധക്കാരെ മർദ്ദിക്കാനായിട്ട് നേതൃത്വം നൽകുകയും ചെയ്തു എന്നത് ജനാധിപത്യ കേരളത്തെ സംബന്ധിച്ച് ഞെട്ടലോടെയാണ് നോക്കിക്കാണേണ്ടി വന്നത്. ഇത്തരത്തിൽ നിയമം പരസ്യമായി ലംഘിച്ച ഉദ്യോഗസ്ഥരെയും പാർട്ടി ഗുണ്ടകളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചതെന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ ഈ ക്രൂരതയെ രക്ഷാപ്രവർത്തനം എന്ന വിചിത്രമായിട്ടുള്ള രീതിയിൽ വിശേഷിപ്പിച്ച് അവരെ പരസ്യമായിട്ട് ന്യായീകരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഈ രാഷ്ട്രീയ നിലപാടിനെ തുടർന്ന് നിയമപരമായിട്ട് കേസ് അന്വേഷിക്കേണ്ടിയിരുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഭരണകക്ഷിയുടെ ആജ്ഞാനുവർത്തികളായി മാറുകയും കുറ്റവാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് അന്നുണ്ടായത്. ആക്രമണം നടത്തിയ ഗൺമാന്മാരെ മുൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും വ്യക്തിപരമായിട്ടുള്ള യാത്രകളിലും നിരന്തരം കൂടെ നിർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന് നേരെ വെല്ലുവിളി ഉയർത്താനും അന്ന് ഭരണകൂടം മടിച്ചില്ല. എന്നാൽ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായതോടെ ഈ വിവാദ കേസുകളിലെല്ലാം തന്നെ അതിവേഗത്തിലുള്ള പുനരന്വേഷണത്തിനും തിരുത്തലുകൾക്കുമാണ് പുതിയ മുഖ്യമന്ത്രി വി സതീശൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. മുൻ ആഭ്യന്തര വകുപ്പിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് പോലീസ് എഴുതിത്തള്ളിയ FIRകളും അന്വേഷണ റിപ്പോർട്ടുകളും പൂർണ്ണമായിട്ട് പുനഃപരിശോധിക്കാനും
യഥാർത്ഥ വസ്തുതകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാനും ആഭ്യന്തര വകുപ്പ് പോലീസിന് കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ആദ്യപടിയായിട്ട് നവകേരള യാത്രയ്ക്കിടെ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായിട്ട് മർദ്ദിച്ച കേസിൽ പ്രതികളായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്നും അടിയന്തരമായിട്ട് സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അധികാരികളുടെ വാക്കും കേട്ടുകൊണ്ട് നിയമവിരുദ്ധമായിട്ട് പെരുമാറിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികളും അതോടൊപ്പം തന്നെ ക്രിമിനൽ നടപടികളും ഉണ്ടാകുമെന്ന വാർത്തകൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴി തുറന്നിട്ടുണ്ട്. രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിയമം കയ്യിലെടുത്താൽ ഭാവിയിൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന തിരിച്ചറിവിലാണ് പല ഉദ്യോഗസ്ഥരും ഇപ്പോൾ നിൽക്കുന്നത്. കേരളത്തിലെ പോലീസ് സംവിധാനത്തെ രാഷ്ട്രീയവൽക്കരണത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മോചിപ്പിച്ച് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നിഷ്പക്ഷ സംവിധാനമാക്കി മാറ്റുമെന്ന പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ പ്രഖ്യാപനത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള തുടക്കമായിട്ടാണ് ഈ നടപടികൾ വിലയിരുത്തപ്പെടുന്നത്. പഴയ ഭരണകൂടത്തിൻ്റെ തണലിൽ അഴിഞ്ഞാടിയ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രമസമാധാന നില അത് പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാനും പോലീസിൻ്റെ വിശ്വാസ്യത ജനമധ്യത്തിൽ തിരികെ കൊണ്ടുവരാനുമുള്ള ഒരു ശക്തമായിട്ടുള്ള നീക്കമാണ് പുതിയ സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ താൻ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത് ഓരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് അക്രമ രാഷ്ട്രീയത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന വി ഡി സതീശൻ്റെ ഈ രാഷ്ട്രീയ നീക്കം അത് UDF പ്രവർത്തകരെ സംബന്ധിച്ചും വലിയ ആവേശമാണ് ഇപ്പോൾ നൽകുന്നത്. അന്ന് ആക്രമത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിച്ചവർക്ക് മുന്നിൽ ഇപ്പോൾ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിലുള്ള നിയമപരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ നടപടികളിലൂടെ ഇപ്പോൾ ചെയ്യുന്നത്.